ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാത്രി നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയിലൂടെ കഴിക്കാനോ കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കാം എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ചീരയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും കോംബോ മനസ്സിൽ വന്നത്. ഈ ചീരയും ഉരുളക്കിഴങ്ങിൻ്റെയും കോംബോ അടിപൊളിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു രണ്ട് സവാളയും ഇതുപോലെ തൊലിയെല്ലാം പൊളിച്ച് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചമുളക്, എരിക്ക് വേണ്ടി കുറച്ച് പച്ചമുളക് നമ്മുടെ എരിക്ക് അനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ ഇച്ചിരി എരിയൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ ഒരു 2-3 പച്ചമുളക് ചേർത്തു. പിന്നെ നമ്മൾ ഈ പച്ചച്ചീര കുഞ്ഞായിട്ട് അരിയണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇതിൽ തക്കാളിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരടുപ്പയിൽ ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ ഓയിൽ ചൂടായോ നമുക്ക് നോക്കാം. അങ്ങനെ കൈവച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയ ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ സവാള കുറച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ സവാള ഇട്ടതിന് ശേഷം കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ താരം ആരാണ്? ചീരയല്ലേ. അപ്പം നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലൂടെ ചീര ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായ ശേഷം നമ്മളിതൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കണം. 5 മിനിറ്റ് അങ്ങനെ അടച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടപ്പയൊക്കെ മാറ്റിയിട്ട് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എരി എത്ര വേണോ അതനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1.5 സ്പൂൺ ചേർത്തായിരുന്നു. അതും കൂടി ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇളക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ വെന്താൽ നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് ഞെക്കി നോക്കാം. അപ്പം ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഓയിലാണിത് വേവുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒഴിച്ച ആ ഓയിലാണ് ചീര വെഴുക്ക് റെഡി ആയത്. അപ്പം നമ്മൾ വേറെ എക്സ്ട്രാ ഓയിലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ചപ്പാത്തിയിലൂടെ ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ ചീര വെഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ടാറ്റാ.